ഹായ് നമസ്കാരം. ഭാസ്കർലാൽ ഭീം. സംഗീതത്തിന് ഒരിക്കലും മരണമില്ല. അത് ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും മുഴങ്ങി കേൾക്കും. നാദസുന്ദരമായ ആ ഒരു താളലയങ്ങൾ ഈ പ്രപഞ്ചതന്ത്രിയിൽ താളം പിടിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം നന്ദഗോവിന്ദൻ ഭജൻസ് ഇപ്പോൾ കേരളത്തിൽ ഒരു നീളം കേരളത്തിൽ മുഴുവൻ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഗാനങ്ങളെല്ലാം തന്നെ. ഒരു കാര്യം മനസ്സിലാക്കണം, 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബാബു എന്ന് പറയുന്ന ഒരു ചേട്ടൻ, അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ഗാനമുണ്ട്, ദാരികൻ്റെ ശിരസറത്ത് ഘോരരൂപിണി അംബിക എന്നുള്ള മനോഹരമായ ഗാനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി. ഈയിടെ തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം നമുക്ക് കാണാൻ വന്നിരുന്നു. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അദ്ദേഹം എഴുതിയ ആ പാട്ട് ഇപ്പോഴും അലയടിച്ച് കേൾക്കുമ്പോൾ എവിടെയോ ദൂരെ ഇരുന്ന് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാകേണ്ടത്, അന്ന് എഴുതി കിട്ടിയ ഗാനം അത് വളരെ സത്യസന്ധമായി വളരെ വലിയ ധനമോ ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹം ആ പാട്ട് എഴുതി അതിനെ ട്യൂൺ ചെയ്ത് അദ്ദേഹം ആ പാട്ട് പടയണി എന്ന് പറഞ്ഞ ആൽബത്തിലാണ് എനിക്ക് തോന്നുന്നു ഓർമ്മ, അത് ആ പാട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു. ആ ഒരു കലാകാരനെ, വളരെ എളിമയുള്ളൊരു കലാകാരൻ നേരിട്ട് കാണാൻ സാധിച്ചത് വളരെയേറെ ഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു കലാകാരൻ്റെ ആ പാട്ട്, അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ച ഒരു കലാകാരൻ തന്നെയാണ്. സോപാന സംഗീതം ആലപിക്കുന്ന ഗായകനാണ്, ഒരു കലാകാരനാണ്. അദ്ദേഹം പാടിയ ആ പാട്ട് ഇപ്പോഴും നമ്മുടെ ഇങ്ങനെ മുഴുവൻ കേൾക്കുമ്പം അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. അദ്ദേഹത്തിൻ്റെ ആ പാട്ട് നമുക്കെന്താ പറയുക, അത് എന്താ പറയുന്നത്, നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു ദിവസം നമുക്കൊരു സമയമുണ്ട്, നമ്മളെല്ലാം കാത്തിരിക്കുക. നമുക്ക് ചിലപ്പോൾ ഇന്ന് നമ്മൾ ആരും അല്ലായിരിക്കും, നമുക്കൊന്നും നേടാൻ കഴിയില്ലെങ്കിലും നമ്മളത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം നമ്മുടെ ആ ദിവസം വന്നെടുക്കും. ഇന്ന് അവർ പാടുമ്പോൾ, അവരെത്ര പാടിയാൽ എത്ര രീതിയിൽ പാടുമ്പോൾ ആ ഒരു ക്രെഡിറ്റ് വന്നു ചേരുന്നത് ബാബുചേട്ടൻ തന്നെയാണ്. ആ മനോഹരമായ ഗാനം ഇന്നത്തെ ആ ഒരു കാരണം വീണ്ടും ഫേമസ് ആകാൻ കാരണം നമ്മുടെ നന്ദഗോവിന്ദൻ ഭജൻസ് ആണ്. പ്രത്യേകിച്ച് അവർക്ക് ഏറ്റവും വലിയ നന്ദി അവസരത്തിൽ അറിയുകയാണ്. അത്തരത്തിലുള്ള ഒരുപാട് കലാകാരൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ ഈ ദൈവം തന്നെ അറിയിപ്പിക്കുക, കുറച്ചു പേരിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കും ഒരു ദിവസം നമ്മുടെ ദിവസവും വന്ന് ചേരും. അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായി നമ്മൾ നിൽക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കും, മുന്നേറുക. ഓക്കെ.